Hi guys, welcome to my YouTube channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ ഫ്രൈ ആണ്. ഈസി ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് 250 ഗ്രാമോളം ഉണ്ട്. ഇനി നമുക്കതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് ഒരു ചെറിയ അളവിൽ ഉള്ളി, ചെറിയ അളവിൽ വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു തണ്ടോളം കറിവേപ്പില, പിന്നെ ബ്ലാക്ക് പെപ്പർ, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പ് റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 സ്പൂണോളം ഉപ്പ്, 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂൺ തൈര്, ഒരു പകുതിയോളം ലെമണും കൂടെ നമുക്ക് ആവശ്യമാണ്. നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാം. മറന്നുപോയ ഒരു ഐറ്റം ഉണ്ട്, 1 സ്പൂണോളം ഗരം മസാല. പിന്നെ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഞാൻ ഇതിനകത്ത് 1 സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എരിവ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് എരിവ് ചേർക്കാം. ഞാനിപ്പോൾ ഈ അരപ്പിനകത്ത് പെപ്പർ ആഡ് ചെയ്ത കാരണം കൊണ്ടാണ് ഇതിൽ പൊടി ഇടാതിരുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അരപ്പ് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വസ്തു നന്നായി ചേർന്ന രീതിയിൽ നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഒരു ½ hour നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എല്ലാ അരപ്പും ഇതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ. അപ്പം ഞാനിതൊരു ½ hour ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ ഹാഫ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനായിട്ട് പാടായിരിക്കും, വെന്ത് കിട്ടാനും ഇത്തിരി പാടായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളിതിൻ്റെ ഹാഫാണ് ഇതിലിട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഗാർണിഷിങ്ങിനുള്ള ഉള്ളി, പിന്നെ കുക്കുംബർ, ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ ഒരു ടിഷ്യൂ ഇട്ടിട്ടുണ്ട്. എണ്ണ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് പിടിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ടിഷ്യൂ ഇടണം. ഞാൻ സെർവിങ് ഡിഷ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസസ് ആയിട്ട് നല്ല ചൂടുണ്ട്. ഞാൻ സൂക്ഷിച്ചിട്ടാണ് എടുത്ത് ഓരോ പീസസ് ഇടുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈസി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്യൂച്ചർ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.